ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു.
അണിയും കഥകളി മേളങ്ങൾ ഉണരുകയായി. കിടക്കായിരുന്നില്ലേ നിനക്ക്? ഉറക്കം വന്നില്ല. അരങ്ങേറ്റം കേമമായിരുന്നു. രാമനാഥൻ നിർബന്ധിച്ചുകൊണ്ട് പോയതാ. മരുന്ന് കൊടുത്തായിരുന്നു? കൊടുത്തു. അതിന്റെ മയക്ക. മരുന്നൊക്കെ കഴിയാറായി. നാളെ മേടിക്കണം. എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, രാത്രി ഭക്ഷണം ഇല്ലെന്നറിയില്ലേ? പറയുന്നതൊക്കെ വേണ്ടി ഇതവര് സംസാരിച്ചു.
വെള്ളം തരട്ടെ, കുറച്ച് വെള്ളം കുടിച്ചു. കുറച്ചുകൂടെ തരട്ടെ. കഴിക്കേ. ഇതോടെ 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 കഴിച്ചേ. വെള്ളം വേണം. കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ, കുറച്ച് കുടിച്ചേ. എണീക്ക്. ഏട്ടാ, ഭക്ഷണം കഴിക്കാം നമുക്ക്. ബാ, എണീറ്റേ, പയ്യെ എണീറ്റേ. ആ ആ. വിശക്കുന്നില്ലേ? വായോർന്നേ. ആ ആ, ദേ വാതോർന്നേ. ആ, കഴിക്കേട്ടാ, ഭക്ഷണം കഴിക്കണ്ടേ? ആ ആ, തുറക്ക് തുറക്ക്. എന്റെ ഏട്ടനല്ലേ, വാ തുറക്ക്. ആ ഓ കഴിഞ്ഞില്ല, കുറച്ചുകൂടെ കഴിക്കണം കേട്ടോ. എന്തു പറ്റി? വെള്ളം വേണോ? ആ ആ, കഴിക്കേ. ദേ കഴിയാറായി, ഇങ്ങോട്ട് നോക്കിയേ. ഭക്ഷണം കഴിക്കേ. വേണ്ടെന്നോ? ഒന്നൂടെ. ആ, വെള്ളം തരാവേ. കുടിച്ച് കുടിച്ച് കുറച്ച് വെള്ളം കുടിക്കേ. നല്ല എണ്ണല്ലേ. കുറച്ചുകൂടെ കുടിക്കേ, കുറച്ചുകൂടെ കുടിക്കേ. ആ, നമുക്ക് ഗുളിക കഴിച്ചാലോ? ആ, വാ തുറന്നേ. ആ ആ, വാ തുറക്ക്. ആ, കുറച്ച് വെള്ളം കുടിക്കേ. മതിയോ? ആ ആ, ഇനി കിടക്കാം. ആ, പയ്യെ. ആ, പയ്യെ. തല തല. ആ, ഇറങ്ങി കിടന്നോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരീക്ഷ തുടങ്ങണമെന്നാ? അടുത്ത ആഴ്ച. ഓ ഓ, നന്നായി പഠിക്കണം കേട്ടോ. ദേവി എവിടെ?
അവളെ വിളിച്ചില്ലേ? ഉവ്വ്, അവളെവിടെ പോവാൻ തയ്യാറെടുക്കുകയാണ്. ദേവി, ദേവി, ഇടട്ടെ. ഇങ്ങതാ ചേച്ചി, ഞാൻ വിളമ്പാം. ചിറ്റിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു മോളെ. എങ്ങോട്ടാ കുട്ടി യാത്ര? എന്റെ കൂട്ടുകാരുടെ ഒരു കല്യാണം ഉണ്ട്. അല്ല, നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ലേട്ടാ, അമ്പിളി വരുന്നുണ്ട്. അവളിപ്പോ എത്തും. ചിറ്റി ഞാനും വരട്ടെ കല്യാണത്തിന്? മോൻ അടുത്ത തവണ കൊണ്ടുപോവാട്ടോ. അവള് വന്നെന്ന് തോന്നണു. എന്നാ ഇറങ്ങട്ടെ? ആ ശരി. കഴിച്ചിട്ട് പോകൂട്ടി. ഇല്ല എടുത്തി, വൈകിയ സമയത്തിനെത്തില്ല. പിന്നെ കല്യാണല്ലേ, നല്ല സദ്യ ഉണ്ടാവും. സൂക്ഷിച്ചു പോണോട്ടോ. ഓ ചേച്ചി. പോവാം. ഇന്നലത്തെ പ്രോഗ്രാം കുറച്ച് ദൂരെയായിരുന്നു. വീട്ടിലെത്തി ഉറങ്ങി എണീറ്റപ്പോഴേക്കും കുറച്ച് വൈകി. എന്താടാ, എന്തു പറ്റി? ഞാൻ നന്ദിനിയുടെ കല്യാണ ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ ഓർക്കായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ആയി എന്ത് സന്തോഷത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അതുപോലൊരു കല്യാണം നമുക്കുണ്ടാവില്ല ഗോപ. ജാതിയും മതമൊന്നും നോക്കിയല്ലല്ലോ നമ്മൾ സ്നേഹിച്ച്. പക്ഷെ ഗോപനെ പോലെ കീഴ്ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ എൻ്റെ ഇല്ലത്തുള്ളവരെ സമ്മതിക്കില്ല. അതോർക്കുമ്പോ ഇല്ല ദേവി, വീട്ടുകാരല്ല, ഈ ലോകം മൊത്തം എതിര് നിന്നാലും ഞാൻ നിന്നെ സ്വന്തമാക്കും. അതല്ല ഗോപ, ഏട്ടന്മാരുടെ ചിരിയും കളിയും സ്നേഹമൊക്കെ കാണുമ്പോ അവര് വിഷമിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോ ഗോപം പേടിക്കൊന്നും വേണ്ട. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ തന്നെയാണ്. രാമപാലയ മാം ഹരേ സീതാരാമ രാമപാലയ മാം രാമ രവികുല സോമ ജഗദഭി രാമ രവികുല സോമ ജഗദഭി അഭിരാമ നീരദ ശ്യാമ ദശരഥ അഭിരാമ നീരദ ശ്യാമ രാമ സീതാരാമ രാമ രവികുല സോമ ജഗദഭി രാമ രവികുല സോമ വദനേ
കഥകളി ആട്ടമാണ്, സ്വയം മറന്നുള്ള ആട്ടം. അതിൽ ആട്ടക്കാരനില്ല, കഥയിലെ കഥാപാത്രങ്ങൾ മാത്രം. അതിന് ചുവടുകളും ഭാവങ്ങളും നന്നായി ഹൃദയസ്ഥമാക്കണം. മനസ്സും ശരീരവും ഒന്നായി കഥാപാത്രത്തിൽ അർപ്പിക്കണം. എങ്കിലേ ആടുന്നതിൽ അർത്ഥമുള്ളൂ. യഥോഹസ്തസ്തോ ദൃഷ്ടി രഥ്യോ ദൃഷ്ടി സ്തോ മന, യഥോ മനസ്തോ ഭാവേ യഥോ ഭാവേ സ്തോ രസ. കൈ എവിടെയാണോ അവിടെ കണ്ണെത്തണം. കണ്ണെവിടെയാണോ അവിടെ മനസ്സും കൂടി ചേർന്നാൽ മാത്രമേ ഭാവമുണ്ടാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ പ്രേക്ഷകർക്ക് ആട്ടം രസകരമായി പരിണമിക്കുകയുള്ളൂ. ഇരിക്കുക. ഓ, പയ്യൻ IT എഞ്ചിനീയർ ആണേ. കലയോട് വലിയ താല്പര്യമുള്ള കുടുംബമാണ്. ഇപ്പോൾ യൂറോപ്പിലാ. കുട്ടി ഡാൻസിൽ ബിരുദം എടുത്താണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ചെക്കൻ പറയണത് കല്യാണം കഴിഞ്ഞാ അവിടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാവുന്ന. ഹാവൂ, ആശ്വാസായി. കുട്ടിയുടെ കഴിവിനെ പിടിച്ചിട്ടൊന്ന് പേടിയായിരുന്നു ഏട്ടന്. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അത് മതി. 3 മാസം കഴിയുമ്പോൾ ചെക്കൻ വരും. ആ സമയത്ത് നമുക്ക് പെണ്ണ് കാണൽ ചടങ്ങ് നടത്താം. ആയിക്കോട്ടെ. മേലേരി തറവാട്ടിലെ കുട്ടിയാണെന്ന് കേട്ടപ്പോ അവർക്ക് വലിയ താല്പര്യമായി. അവരും മോശക്കാരല്ലല്ലോ, വലിയ തറവാട്ടുകാരല്ലേ. എന്നാ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. പോണ വഴിക്ക് സേതുവിന്റെ കടയിലൊന്ന് കയറിയേക്ക. കാര്യങ്ങളൊക്കെ അവനെയും കൂടി അങ്ങ് ധരിപ്പിക്കുക. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ശരി. ഓ, ഹലോ, പറ ഗോപ. നീ ഇതെവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്നെ ഇല്ലത്തേക്ക് വാ, ഞാനിവിടെ ഉണ്ട്. തമാശ വിട് ദേവി, എനിക്ക് നിന്നൊന്ന് കാണണം. ആ, മറ്റന്നാള് ഏട്ടന്റെ ശിഷ്യന്റെ അരങ്ങേറ്റുണ്ട് വാഴപ്പിള്ളിക്കാവില്. ഞാനും വരണുണ്ട്. അവിടെ വന്നാ കാണാം. ഓക്കെ, ഞാനെത്താം. ശരി, കാണാം. ഞാൻ വെക്കട്ടെ. എത്ര മണിക്കാ? 8 മണി. ഓക്കെ ഓക്കെ. മാധവ പ്രേമ സുഗന്ധം അനുരാഗവിലോല വസന്തം. മാധവ പ്രേമ സുഗന്ധം അനുരാഗവിലോല വസന്തം. സ്നേഹപരാഗതരംഗം മധുരാർദ്രവികാരഹൃദന്തം.
മനസ്സിന്റെ ഹരിത വൃന്ദാവനം പൂത്തു നിൽക്കേ. പ്രണയനിലാമഴ തഴുകും മനസ്സിന്റെ ഹരിത വൃന്ദാവനം പൂത്തു നിൽക്കേ. പിരിയുവാനാവാത്തോരിണക്കിളിയാ നീലാംബരം അണിയും അഴകിൻ്റെ മോഹപ്പൂമഴവില്ലാൽ കാത്തു നിൽക്കേ. ആർദ്രനീലാംബരം അണിയും അഴകിൻ്റെ മോഹപ്പൂമഴവില്ലായി കാത്തു നിൽക്കേ. പെയ്തൊഴിയാത്തൊരാ കളിത്തോഴനാ ആ കൃഷ്ണനോ? ഇരിക്കടാ. ഇതുവഴി പോയപ്പോൾ വെറുതെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്തുണ്ട് വിശേഷം? ഓ, കടയും കാര്യമായിട്ടൊക്കെ അങ്ങ് പോകുന്നു. അല്ല, നിന്റെ ജോലി എങ്ങനെ? ഓ, അതൊരു പ്രൈവറ്റ് ഫേമല്ലേ, വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പം കൃഷിയൊക്കെ നോക്കി. ഒരു കണക്കിന് അതൊക്കെയാ നല്ലത്. ഈ ടെൻഷനൊന്നുമില്ലല്ലോ. അല്ല, നിനക്ക് വലിയ ബാധ്യതയൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഒരു കല്യാണത്തെക്കുറിച്ച് അങ്ങ് ആലോചിക്കും. വേണം, സമയമാവട്ടെ. ഹാ, ഇനി എപ്പോഴാ സമയമാവുന്നത്? അതുപോലെ ചുറ്റിക്കളിയുണ്ടോ? ഹേയ്, അങ്ങനൊന്നുമില്ല. ദേവിയെ കണ്ടില്ലല്ലോ. അവളവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക. നീ വാ. ആ, അവളത് അപ്പുറത്തുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. ആ, ശരി. ആ, കൃഷ്ണേട്ടനോ? എപ്പെത്തി? കുറച്ചു നേരമായി. ഇവിടെ വന്ന ദേവിയെ കാണാതെ പോകാൻ പറ്റുമോ? അമ്മായിക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. നിന്നെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അമ്മായിയെ വന്നൊന്ന് കാണുന്നുണ്ട്. ആ, ഞാൻ ചായ എടുക്കാം. ദേവി. ആ, എന്താ കൃഷ്ണേട്ടാ? കുറച്ചു നാളെ നിന്നോടൊരു കാര്യം പറയണമെന്ന് ആലോചിക്കുന്നു. പക്ഷേ ഞാനതെങ്ങനെ... എന്താച്ചാലും പറയേ കൃഷ്ണേട്ടാ. ദേവി, നിന്റെ ഈ ചുറുചുറുക്കും കലയിലെ വൈഭവവും സൗന്ദര്യമൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. മറ്റൊരു പെൺകുട്ടിയോടും തോന്നാത്തൊരിഷ്ടം. അതിന് സ്നേഹമെന്നോ പ്രേമമെന്നോ ഒക്കെ പറയാം. നീ എൻ്റേതാണെന്നൊരു തോന്നൽ. ദേവി, എനിക്ക് നിന്നെ... ഏട്ടാ, ഏട്ടൻ എന്തേ പറയുന്നേ? എനിക്ക് ആ രീതിയിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. ഏട്ടൻ എനിക്ക് എന്റെ സേതുവേട്ടനെ പോലെയാ. എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മുറപ്പെടിനെ കല്യാണം കഴിക്കാന്നുള്ള രീതിയൊക്കെ നമുക്ക് പണ്ട് മുതലേ ഉള്ളതല്ലേ. പക്ഷേ കൃഷ്ണേട്ടനെന്ന് ഈ പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദേവി, അത് ഞാൻ... നീ ഒന്നുകൂടെ ആലോചിക്കുക. ഒരുപാട് വർഷമായി നിന്നോട് പറയാൻ മനസ്സിൽ കൊണ്ട് നടന്നതാ. ഇപ്പോഴാ അതിന് ധൈര്യം വന്നേ.
ഏട്ടൻ പോയിക്കേ. എന്റെ സങ്കല്പത്തിലെ ഭർത്താവാൻ ഏട്ടൻ ഒരിക്കലും പറ്റില്ല. ഒന്ന് പോയേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. പ്രോഗ്രാം എന്നായിരുന്നു. എടാ ഒരു മിനിറ്റ്. ശരി. ഹലോ ദേവി, പറഞ്ഞു. ഗോപ, എനിക്കൊരു സംശയം. എന്ത്? അന്നത്തെ ആ സംഭവം അത് കുഴപ്പമായെന്നൊരു സംശയം. എന്തു പറ്റി? വല്ലാത്ത ക്ഷീണം. ഇപ്പം ഞാനൊന്ന് ഛർദ്ദിച്ചു. നല്ല തലചുറ്റലും ഉണ്ട്. പിന്നെ വല്ലാതെ വേർക്കുന്നുമുണ്ട്. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഗർഭിണിയാണോന്നൊരു സംശയം. അതൊന്നും ആവില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അതെ ഗോപ, എന്റെ ശരീരത്തിലെ പല മാറ്റങ്ങളും എനിക്കറിയാൻ പറ്റുന്നുണ്ട്. നീ പേടിക്കാതിരിക്കേ, ഞാനല്ലേ കൂടെ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം. നീ ഭയപ്പെടാതിരിക്കേ. അടുത്ത 3 മാസത്തിനുള്ളിൽ എന്റെ വീടും സ്ഥലവും വിൽക്കാനുള്ള കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട്. നമുക്ക് വേറൊരു നാട്ടിൽ പോയി താമസിക്കാം. അതുവരെ നീ ഇതൊന്ന് രഹസ്യമായിട്ട് വെക്കണം. ഞാൻ വിളിക്കാം. ശരി. നാളികേരത്തിന് പഴയ പോലെ ഗുണമൊന്നുമില്ലല്ലോ. അതെ അതെ, ഉണ്ടാവണില്ലേ? കുറവാ. ഷോ, നാളികേരൊക്കെ തീർന്നിരിക്കണു കുമാര. ആ വടക്കേ പറമ്പിലുള്ളതും കൂടി ഇട്ടോളൂ കേട്ടോ. ഓ, ഇതാണ് ചെക്കൻ. ആ, ഇത് ചെക്കൻ്റെ ചേട്ടൻ. നാട്ടിലെ ബിസിനസ്സാണ്. പിന്നെ ഞാൻ ഒരേ ഒരു അമ്മാവൻ. ഇവന് 3 മാസത്തെ ലീവേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ അതിനുള്ളിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് നടത്താം. എന്തേ? ആ, അങ്ങനെ ആയിക്കോട്ടെ. അകപൂർ മനയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. മേലേരി മനയുടെ കീർത്തി മോശമല്ലല്ലോ. പേര് കേട്ട കലാകാരന്മാരല്ലേ. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. സേതു, കുട്ടിയെ വിളിക്കൂ. അങ്ങോട്ട് കൊടുത്തു. കുട്ടിയെ ഇഷ്ടായോ? എന്നാ ചെക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നാളെ തന്നെ മുഹൂർത്തം നോക്കി ഒരു തീയതി അങ്ങനെ നിശ്ചയിക്കാം. അങ്ങനെ ആയിക്കോട്ടെ. ഭയങ്കര നാണക്കാരിയാണല്ലേ.
ഗോപ, നമ്മളിനി എന്താ ചെയ്യാ? ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാ എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവാ. ഇവളുടെ കൊച്ചേട്ടനെങ്ങാനും അറിഞ്ഞോ എന്നെ പോലും ബാക്കി വെച്ചേക്കില്ല. വീട്ടിലറിഞ്ഞ് എന്നെ കൊന്നു കളയും. അത്രയ്ക്ക് വിശ്വാസം ഏട്ടന്മാർക്ക് എന്നെ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നീ എൻ്റെ കൂടെ ഇറങ്ങി വരിക. അതേ നിവൃത്തിയുള്ളൂ. എത്രയും പെട്ടെന്ന് അത് ചെയ്യാ. വേറെ വഴിയില്ല ദേവി. നാളെ രാത്രി കൃത്യം 12 മണിക്ക് ഞാൻ നിന്റെ മനയുടെ വാതിക്കൽ വരും. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നീ പുറത്തേക്ക് വരണം. നമ്മൾ നേരെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ അവർക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയില്ല. ഓർക്കുമ്പോ ഒരു പേടി. ഇനി പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. അതെ, നീ ധൈര്യമായിട്ടിരിക്കേ. എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ നടക്കും. സമയം ഒരുപാടെ അപ്പോ ശരി. ഗോപ, ഞാൻ പോട്ടെ. നീ പേടിക്കണ്ട, എല്ലാം ശരിയാ. ശരി. ആ കൃഷ്ണനോ, ഒരുപാട് നാളായാലോ കണ്ടിട്ട്. സണ്ണി, ഇപ്പൊ ഇവിടെ നിന്ന് പോയ പയ്യനേതാ? അവനെ നീ അറിയോ? അതാ പാട്ടുകാരൻ ചെക്കനല്ലേ, ആ ഗാനമേളയ്ക്കെല്ലാം പാടാൻ പോകുന്ന. കൂടെയുള്ളത് ആ മേലേരിമേലെ കൊച്ച, ഉടുക്കത്തെ പ്രേമ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെയൊക്കെ വരും. ആ കൊച്ചിനൊക്കെ എന്ത് പറ്റി ഇവൻ്റെ ഒക്കെ കൂടെ നടക്കാൻ? നീ തറവാടിന്റെ മാനം കളിയല്ലേടി, നിന്റെ ഒരു ഒടുക്കത്തെ പ്രേമം. നീ ചതി ഞങ്ങളോട് ചെയ്തല്ലോടി. രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയിട്ടുള്ള കുടുംബം ഇത്. ആ പേരും പെരുമയും നീ കളഞ്ഞു കുടിച്ചല്ലോടി. ഇതേണ്ടേ കല്യാണം അടിയന്തരം ചോറൂണെന്നൊക്കെ പറഞ്ഞ് ഈ പടിക്ക് പുറത്തു പോകുന്ന ഇതിനു വേണ്ടിയായിരുന്നു അല്ലടി. ദേ, ഇനി നിന്റെ കൂട്ടുകാരി പെണ്ണ് ഇതിനകത്ത് കയറിയാ അവിടെ കാര്യം തല്ലി ഓടിക്കും. അവളാ നിന്റെ ഇത്ര വഷളാക്കിയത്. ഇനി മുതൽ ഈ പടിക്ക് പുറത്തിറങ്ങി പോരുത്. നിനക്കിത് വേണ്ട. അടങ്ങി ഒതുങ്ങിയത് കഴിഞ്ഞോണം. സേതു, നാളെ തന്നെ കണാറിനെ കാണണം. 3 മാസം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായ ജന്മം. കൊണ്ടുപോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളെല്ലാം പോയിക്കൊള്ളുക. ഇത്തവണ എല്ലാം നല്ല കഴിവുള്ള കുട്ടികളാ. ചൂടുകളൊക്കെ നന്നായി ഹൃദയസ്ഥമാക്കുന്നുണ്ട്. എല്ലാം ഭഗവതിയുടെ കടാക്ഷം. മാഷേ,
നമസ്കാരം. മോൾക്ക് കഥകളി പഠിക്കണമെന്ന് വലിയ ആഗ്രഹം. അതുകൊണ്ട് ആശാന്റെ കളരിയിൽ ചേർക്കാൻ കൊണ്ടുവന്നതാ. ആശാന്റെ കീഴിൽ പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹ. വിഷമം വിചാരിക്കരുത്. ഇപ്പൊ പുതിയ കുട്ടികളെ ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. തിരഞ്ഞെടുത്ത ചുരുക്കം ചില കുട്ടികളെ മാത്രമേ ഞാൻ കളി അഭ്യസിപ്പിക്കാറുള്ളൂ. ഇപ്പൊ തന്നെ ധാരാളം കുട്ടികൾ കളരിയിൽ ചേരാൻ ആഗ്രഹവുമായി പുറത്തു നിൽപ്പുണ്ട്. അവരെയൊക്കെ അടുത്ത് തുടങ്ങുന്ന പുതിയ കളരിയിൽ ചേർക്കുകയും ചെയ്തു. അടുത്ത കളരിയിൽ ഒഴിവുണ്ടാവില്ല. അതിന് ശേഷമുള്ള കളരിയിൽ പരിഗണിക്കാം. എന്നാ കുട്ടിയുടെ പേരുവിവരങ്ങളൊക്കെ കൊടുത്തിട്ട് പൊക്കൊള്ളുക. അങ്ങനെ ആവട്ടെ. ഓ ശരി. നീ എവിടെ പോടി? ഞങ്ങളെ പറ്റിച്ചിട്ട് പോകാൻ നേരത്തെ അല്ലടി. കുടുംബത്തിന് അവളെ തല്ലരുത്. ഇനി ഇവിടെ അല്ല തല്ലാൻ പോലും. നിന്നെയാ ജീവൻ വേണം. അയ്യോ എന്റെ പെങ്ങളെ പറ്റിക്കല്ലടാ. അയ്യോ ആശാനെ, സേതുവിനെ റിമാൻഡ് ചെയ്തു. ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. വിയ്യൂരാണ്. ഈശ്വര, എന്റെ സേതു. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനാവില്ല എന്നറിയാം. എങ്കിലും ആശാൻ വിഷമിക്കാതിരിക്കാനായി പറയാ. എല്ലാം വിധി. അങ്ങനെ കരുതി സമാധാനിക്കുക. എങ്ങനെ സമാധാനിക്കുന്നവരാണ്? ഈ തറവാടിന്റെ മാനം കെട്ടില്ലേ? ഇല്ലത്തിന്റെ പേര്, ഇവരുടെ ഭാവി എല്ലാം പോയി. ഒന്ന് അത്രടം വരെ പോയി അവനെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. പക്ഷെ കഴിഞ്ഞില്ല. ചിലപ്പോ മനസ്സിൽ താങ്ങാൻ കഴിയില്ല. അവനെ ആ ഗതിയിൽ കാണാൻ വയ്യ. വേണമെന്ന് വെച്ചാ ഞാൻ പോയി വരാം.
ശരി. മോളെ മോളെ ദേവി ദേവി മോളെ ദേവി ദേവി പേടിക്കാനൊന്നുമില്ല. പ്രഗ്നന്റായ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വരാറുള്ളതാ. പ്രഗ്നന്റോ? അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ. ഡോക്ടർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതാവും. ഏയ്, കുട്ടി 4 മാസം ഗർഭിണിയാ. കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും. ഞങ്ങളുടെ തറവാടിന്റെ മാനം ഇതെങ്ങനെങ്കിലും ഒഴിവാക്കി തരാൻ ഡോക്ടറെ കൊണ്ട് പറ്റൂ. ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു അബോർഷന് പോലും സാധ്യതയില്ല. അത് പേഷ്യന്റിന്റെ ജീവന് തന്നെ ആപത്താ. ഈശ്വര, അച്ഛാ, അകത്ത് വന്നിരിക്കുക. ഞാനിവിടെ കുളിച്ച് താമസിക്കാൻ വന്നൊന്നല്ല. ഇത്രയും മാനം കെട്ടൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എവിടെ ചെന്നാലും പരിഹാസവും കുത്തുവാക്കളും. എന്താ ഗോവിന്ദനൊന്നും മിണ്ടാനില്ലേ? ഒരു മേലേരിമന. ഇതിനേക്കാളും അന്തസ്സും ആഭിജാത്യമുള്ള തറവാട്ടിൽ നിന്നാ ഞങ്ങളും വന്നേ. അന്ന് അവളെ നിന്റെ കൂടെ പറഞ്ഞു വിടുമ്പോൾ മനസ്സ് നിറയെ അഭിമാനവും സന്തോഷമായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടിരിക്കണു. വഴി പിഴച്ചോളും കൊലപാതകയുള്ള ഈ കുടുംബത്തിൽ നിന്ന് ഇനി ബന്ധം തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അച്ഛാ, വാക്കുകൾ കൊണ്ട് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കരുത്. ഹായ്, എൻ്റെ വാക്കുകൾക്കാ കുഴപ്പം. നിങ്ങളുടെ പ്രവർത്തികളൊക്കെ നല്ല കേമാണല്ലോ. അതുകൊണ്ട് നോമൊരു തീരുമാനം എടുത്തിരിക്കണു. രേവതിയും കുട്ടികളെ ഞാൻ ഇല്ലത്തേക്ക് കൊണ്ടുപോകണു. രേവതി, കുട്ടികളായിട്ട് ഇറങ്ങുക. ഇങ്ങോട്ട് വരിക.
ചേർന്നതല്ലേ ഞാൻ ഈരുളിൻ വഴിയിൽ അലയുകയായി താളമിടറുകയായി എന്നെ തിരയുകയായി. സദസ്സിൽ കേശഭാരം വഴിയുകയല്ലേ ആട്ടക്കളരികൾ ചെങ്ങിലയിൽ തേങ്ങുകയായി മാനമിരുളുകയായി കരിന്തിരികളായി ആട്ടവിളക്കണഞ്ഞു പോയി ആടിമേഘക്കൂരിരുളിൽ. എങ്ങനെയാ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. എല്ലാം വിധി. ഇത്രയൊക്കെ അനുഭവിക്കാൻ നാം എന്ത് പാപമാ ചെയ്തത് എന്റെ ഭഗവതി. നമ്മുടെ ആട്ടവും കളരിയൊക്കെ നിന്നുവല്ലോ. ഇനി കുട്ടിയോളെ വിടില്ല എന്നാണ് രക്ഷിതാക്കൾ അറിയിച്ചിരിക്കണേ. നമ്മളെന്താ ഇനി ചെയ്യാ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദുഷ്പേര് കേട്ട ഇല്ലത്തേക്ക് ആരാടോ കുട്ടികളെ പറഞ്ഞിരിക്കുക? പാരമ്പര്യമായി നിലനിർത്തിയിരുന്ന ഇല്ലത്തിന്റെ സൽപ്പേര് എല്ലാം കളങ്കപ്പെട്ടുവല്ലോ എൻ്റെ ഭഗവതി. ഞാനും ഇല്ലത്തേക്ക് മടങ്ങുകയാണ്. ആട്ടവും കളരിയില്ലാതെ ഞാനിവിടെ കഴിയണേൽ ഒരു പ്രസക്തിയില്ല. ഞാനിത് എങ്ങനെയാ തന്നോട് പറയാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് തൻ്റെ ജീവിതം കൂടി പാഴാക്കണ്ട. പൊക്കൊള്ളുക. മനസ്സുകൊണ്ടാവണില്ല, എങ്കിലും പോവാതെ വയ്യ. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലം മുതൽക്കേയുള്ള സൗഹൃദ. പക്ഷേ വെറുതെ ഒരാളായി ഇവിടെ കഴിയണേൽ അർത്ഥമില്ല. മറക്കില്ല, മരിക്കുവോളം. പൊയ്ക്കോളുക.
എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഉണ്ണി വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കണു. പറ്റി അവനൊന്ന് ഡോക്ടറെ കാണിക്കൂ. എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ഇനി അതൊക്കെ പറഞ്ഞ് പഴയതൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുക. മനസ്സാകെ തളർന്നിരിക്കണു. വീട്ടു സാധനങ്ങളൊക്കെ തീർന്നിരിക്കണു. ഇനി ഒരു നേരം കൂടെ വയ്ക്കാനുള്ള അരിയുള്ളൂ അടുക്കളയിൽ. ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം കഴിഞ്ഞിരിക്കണു. പണ്ട് വരുന്നവരെയൊക്കെ നിറവയറിലോട്ടിരുന്ന് തറവാടാ. ഇപ്പൊ അഷ്ടിക്ക് വകയില്ലാണ്ടായിരിക്കണു. വിരോധമില്ലാച്ച ഞാൻ എന്തേലും തൊഴിലിന് പൊക്കോട്ടെ. ഇല്ലാച്ച എല്ലാരും പട്ടിണിയാവില്ലേ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ അവസ്ഥയിൽ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും ഈ ഇല്ലത്ത് പട്ടിണി കിടക്കില്ല. അതുപോലെ എല്ലാം പരിഹരിക്കാൻ ഒരു വഴി എൻ്റെ മനസ്സിലുണ്ട്. നീ ഊണ് കാലമാക്ക. ഉച്ച കഴിഞ്ഞൊരിടം വരെ പോകാനുണ്ട്.
അല്ല ഗോവിന്ദനാശാനോ? വരൂ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഇല്ലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങോട്ട് വരാതെ വേറെ നിവൃത്തി ഉണ്ടായില്ല. എന്താ ആശാനെ? പഴയതുപോലൊന്നുമല്ല, ആകെ ദാരിദ്ര്യ. കേൾക്കണുണ്ടാവില്ലേ ഇല്ലത്തെ സ്ഥിതികളൊക്കെ? അതുകൊണ്ട് ഗംഗാധരൻ എന്നെ ഒന്ന് സഹായിക്കണം. ആശാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ലത്തിൻ്റെ പടിഞ്ഞാറേ അതിരിൽ ഒരു 20 സെൻറ്റ് സ്ഥലമുണ്ട്. അതെൻ്റെ പേരിലാണ്. ഗംഗാധരൻ മുഖാന്തരം അതൊന്ന് വിട്ടു തരണം. തനിക്കാകുമ്പോൾ സ്ഥലക്കച്ചവടത്തിലൊക്കെ നല്ല പരിചയമാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. അരുതെന്ന് പറയരുത്. ആശാൻ പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ, ഉടനെ ശരിയാക്കാം. ആ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. പറ ആശാനെ. അത് എന്താണെങ്കിലും പറഞ്ഞോളൂ. വിരോധമില്ലാച്ചാ ഒരു 3000 റുപ്യ കടാട്ട് വേണമായിരുന്നു. സേതുവിൻ്റെ മരുന്ന് കഴിഞ്ഞിരിക്കണു. പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങണം. ഓ, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ എടുത്തു തരാം. ഉടനെ മടക്കി തരാട്ടോ. അത് സാരമില്ല, ആശാൻ സാവകാശം തന്നാൽ മതി. കുഞ്ഞുനാളിൽ വിഷുവിന് ആശാന്റെ അടുത്ത് വന്ന കൈ നിറയെ കൈനീട്ടവും വയറിറിച്ച അന്നവുമായിരുന്നു. അതൊന്നും ഇങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഒരു കാലം. എന്നാ ഞാൻ ഇറങ്ങി. ശരി ആശാൻ. രാജു കുറച്ച് സാധനങ്ങൾ എടുത്തോളുക. എല്ലാം സ്ഥിരം അളവ് തന്നെ. ആശാനൊന്നും വിചാരിക്കരുത്, സാധനങ്ങൾ കടന്നുതരാൻ ബുദ്ധിമുട്ടുണ്ട്. പഴയ കണക്കുകൾ തീർത്തിട്ട് ആശാന് സാധനങ്ങൾ തന്നാൽ മതിയെന്നാ മുതലാളി എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എടുക്കുന്നതിൻ്റെ പൈസ തരാം. പഴയത് താമസിയാതെ തീർക്കുമെന്ന് നീ മുതലാളിയോട് പറഞ്ഞേക്ക്. അരിസ്റ്റിങ്ങ എന്നോടൊന്നും തോന്നല്ല ആശാനെ. ആശാനോടുള്ള സ്നേഹം കൊണ്ടാ ഇത്രയും നാൾ നീട്ടിത്തന്നത്. ഇതിപ്പോൾ എൻ്റെ ഉപജീവനത്തിൻ്റെ പ്രശ്നമായോണ്ട, അല്ലാതൊന്നും അല്ല കേട്ടോ. അത് സാരമില്ല, തെറ്റ് എൻ്റെ ഭാഗത്തല്ലേ. തൽക്കാലം ഈ കാശ് വെച്ചോ. രാജു, ആ ലിസ്റ്റ് അങ്ങ് തിരിച്ചു കൊടുത്തേ. തരാനുള്ള കാശ് തരാതെ ഇയാൾക്ക് ഇനി കടം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലേ? മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് വലിയ തറവാടും പാരമ്പര്യമൊക്കെ പറഞ്ഞങ്ങ് ഇറങ്ങിക്കോളും. കാശ് എത്ര തരാനുള്ളതെന്ന് അറിയാമോ? ഒച്ച വെക്കാതെ കുട്ടിയെ, ആളുകൾ ശ്രദ്ധിക്കണം. ആളുകൾ കേട്ടാലോ കുഴപ്പം, അല്ലാതെ കാശ് തരാത്തില്ലല്ല. ഇപ്പൊ രൊക്കം കാശ് തന്നിട്ടുണ്ട് മുതലാളി. ഓഹോ, അപ്പൊ കാശില്ലാഞ്ഞിട്ടല്ല, തരാൻ മടിയായിട്ടാ. അല്ല കുട്ടിയെ, ഇതൊരാളോട് കടം വാങ്ങിച്ചതാ. ആഹാ, കൊള്ളാലോ. ഞങ്ങളെ പറ്റിക്കുന്നതും പോരാഞ്ഞിട്ട് ഇപ്പൊ തെണ്ടാനും തുടങ്ങിയോ? കുട്ടി, ദൈവത്തെ ഓർത്ത് അപമാനിക്കരുത്. കാശ് ഉടനെ തരാം. 2 ആഴ്ച സമയം തരും. അതിനുള്ളിൽ കടം തീർക്കണം. ഇല്ലെങ്കിലേ ഞങ്ങൾ ഇല്ലത്തോട്ട് വരവങ്ങ് വരും. പഴയ ഓട്ട് ചെമ്പ് പാത്രങ്ങളൊക്കെ ഇപ്പൊ നല്ല മാർക്കറ്റാ. അത് മറക്കണ്ട. കിട്ടിയ കാശെടുത്ത് വെക്കണം.
ഗംഗാധര, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇരിക്കുന്നില്ല, കുറച്ച് തിരക്കുണ്ട്. എന്തായി കാര്യങ്ങൾ? ആശാൻ പറഞ്ഞ പോലെ വാങ്ങാൻ ആളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആശാനൊരു വില പറയാതെ എങ്ങനെയാ? ഞാൻ എങ്ങനെ ഗംഗാധര പറയുക? എന്തായാലും ഗംഗാധരനോട് വില നിശ്ചയിക്കാം. ഇവിടെ സെന്റിനൊക്കെ ഒരു 60,000 രൂപ വിലയുള്ളൂ. ആശാനായതുകൊണ്ട് ഞാനൊരു 65,000 രൂപ വാങ്ങിച്ചു തരാം. എല്ലാം ഗംഗാധരൻ തീരുമാനിച്ചോളാം. എന്നാൽ നാളെ തന്നെ അളവെടുക്കാൻ ആളുമായിട്ട് വരാം. അങ്ങനെ ആവട്ടെ. എന്നാ ഇറങ്ങട്ടെ, ഇന്ന് തന്നെ പാർട്ടിയെ കാണണം. ആ ശരി. ഭഗവതി, എല്ലാം മംഗളമാക്കണേ. എന്തായിട്ടേ ഇത്? തറവാട് പണം വിൽക്കേ? അതെ, വേറെ മാർഗമില്ല കുട്ടിയെ. എത്ര നാളിങ്ങനെ നാണം കെട്ടി ജീവിക്കും? എൻ്റെ മുമ്പിൽ ഇതേ ഒരു മാർഗമുള്ളൂ. അല്ലാതെ നാം എന്താ ചെയ്യുക? ഇതെൻ്റെ പങ്കിൽ നിന്നുള്ളതാ. നിങ്ങളുടെ വിഹിതം എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. ആരാ? മനസ്സിലായില്ല. ഞാൻ നിഖിൽ, നിങ്ങളുടെ ഏട്ടൻ തമ്പുരാന്റെ പുന്നാരപുത്രൻ. ഉണ്ണി, നീ ഞങ്ങളൊക്കെ മറന്നോ? എത്ര നാളായി കണ്ടിട്ട്. ഏട്ടത്തിക്കും അകലേക്ക് സുഖാണോ? അങ്ങേരില്ലേ? ഏട്ടാ, ഇതാരാ വന്നിരിക്കണേ? നമ്മുടെ ഉണ്ണി. കേറി വാ മോനെ, ഇവനെന്തെങ്കിലും കുടിക്കാനെടുക്ക. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല, എന്റെ അവകാശം വാങ്ങാൻ വന്നതാ. അവകാശം? അതെ, വർഷങ്ങളായി നിങ്ങൾ വെച്ച് സൂഹിക്കുന്ന ഈ മന അതെനിക്കൂടെ അവകാശപ്പെട്ടതാ. മോനെ എന്തായി പറയണേ? മിണ്ടരുത്. നിങ്ങൾ ഒറ്റൊരുത്തി കാരണം ഈ കുടുംബം ഈ അവസ്ഥയിലായത്. നിങ്ങൾ വഴിതെറ്റി ജീവിച്ച കാരണമാണ് ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. പാവം എൻ്റെ അമ്മ, അവരൊഴിക്കെ കണ്ണീരിന് കയ്യും കണക്കുമില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഞങ്ങളുടെ ചെറിയച്ചനെ നിങ്ങൾ കൊലപാതകയാക്കി, ഭ്രാന്തനാക്കി, അവരുടെ കുടുംബം തകർത്തില്ലേ? ചെറിയമ്മയും കുട്ടികളും ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് അന്വേഷിച്ചിട്ടുണ്ടോ? മുഴുവൻ പട്ടിണിയായിട്ടും 1 രൂപയ്ക്ക് വേണ്ടി അവരീ ഇല്ലത്ത് കയറിയിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെ പറ്റത്തില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. പിഴച്ചവളെ. ഉണ്ണി, സൂക്ഷിച്ച് സംസാരിക്കണം. എന്നെ ആരും മര്യാദ പഠിപ്പിക്കണ്ട. ഇത്രയും കാലം എല്ലാം സഹിച്ച് ജീവിച്ചു. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം. അതൊന്ന് ഓർമ്മിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ ഇനിയുള്ള എന്റെ വരവ് ഈ രീതിയിലായിരിക്കില്ല. കേട്ടല്ലോ? അളന്നൊക്കെ മതി. നിയമപരമായി സ്ഥലം വിൽക്കാൻ മിസ്റ്റർ ഗോവിന്ദന് അവകാശമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടി അവകാശപ്പെട്ടാണ് സ്ഥലം. അവരുടെ സമ്മതമില്ലാതെ ഈ സ്ഥലം വിൽക്കാൻ കഴിയില്ല. കോടതിയിൽ സ്റ്റേ ഓർഡറുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കോക്കയില്ലേ? ജീവിക്കാൻ ഒരു മാർഗമില്ലെങ്കിൽ താ ഒരു കാര്യം ചെയ്യും, ഈ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേരിൽ എഴുത്താ.
ഞാൻ തന്നെ കൊള്ളാവുന്ന ഒരു വൃത്തസ്ഥാനത്തിലാക്കാം. അതാകുമ്പോ സമയാസമയം ഭക്ഷണവും കൂട്ടിന് IAS IPS മാരുടെ തന്തമാരും ഉണ്ടാവും. അല്ലാതെ ആ പിഴച്ചവളെയും ഒരു പൊട്ടൻ ചെറുക്കനെ നോക്കി ജീവിതം പാഴാക്കണോ? ഉപേക്ഷിച്ച് കളയാ ഏതെങ്കിലും നരകത്തിപ്പോട്ട്. എന്തു പറഞ്ഞടാ? ഇറങ്ങടാ എന്റെ പറമ്പീന്ന്. അന്ന് സകല ബന്ധങ്ങളും വേണ്ടെന്ന് പറഞ്ഞ് ഈ പടിയിറങ്ങിയതല്ലേ നീയൊക്കെ? ഇറങ്ങി പോടാ. ഇപ്പൊ ഞാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ഇല്ലത്ത് ആരും സമാധാനം ജീവിക്കില്ല. വാ ഓക്കേലേ. വെറുതെ മനുഷ്യന്റെ സമയം കളയാണ്ട് 100 വട്ടം പണി വേറെ ഉണ്ടായിരുന്ന. വാടാ വാ. ആ നാരായണേട്ടനോ? കൊറേയാലോ കണ്ടിട്ട്. വരൂ. മലബാർ ഭാഗത്ത് ഇപ്പൊ അത്യാവശ്യം കളികളുണ്ട്. കൂടുതൽ സമയം ഇപ്പൊ അവിടെയാ. ആശാനില്ലേ? ഒന്ന് കടവരെ പോയതാ, ഇപ്പൊ വരും. സേതുവിനിപ്പോ പഴയതുപോലെ തന്നെ, ഒരു മാറ്റവും. ആ ഏട്ടൻ വന്നു. നമസ്കാരം. ആരാ ഇത്? നാരായണനോ? എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. ഇതുകൊണ്ട് അകത്ത് വെക്കുക. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നാരായണൻ ഇരിക്കെ. തൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കളിയിൽ തന്നെ വെല്ലാൻ ആരുമില്ലാന്ന് കേട്ടിരിക്കണു. എല്ലാം ആശാന്റെ കൃപ. സന്തോഷമായി. നരകതുല്യമായ ഈ ജീവിതത്തിൽ ഓർത്ത് ആശ്വസിക്കാൻ ഇതൊക്കെ ഉള്ളൂടോ. മറ്റന്നാൾ ഇവിടെ വാഴപ്പള്ളി ക്ഷേത്രത്തിൽ ഒരു കളിയുണ്ട്. ആശാൻ തീർച്ചയായും വരണം. ആശാന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കണു. കീചകവധാണ് ആടണത്. വയ്യ നാരായണ, മനസ്സ് ശരിയല്ല. കളിയും വേഷമൊക്കെ മനസ്സിൽ നിന്ന് വിട്ടിരിക്കണു. ഇപ്പൊ കുറേ പ്രശ്നങ്ങളിലാണ്. ഒഴികഴിവ് പറയരുത്. ആശാന്റെ മുന്നിൽ ആടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. നോക്കാം. എന്തായാലും ഞാൻ ആളെ അയക്കും. ആശാൻ വരാതിരിക്കരുത്. ആരാ ഇത്? കൃഷ്ണനോ? വരിക, ഇരിക്കുക. അമ്മായിക്ക് ദീനമൊക്കെ എങ്ങനെയുണ്ട് മോനെ? കുറവുണ്ട്. പിന്നെ പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകൾ. എന്താ വലിയേട്ടാ, മുഖത്തിനൊക്കെ ഒരു വല്ലായിക, അസുഖം വല്ലതും? എന്തു പറയാനാ കുട്ടിയെ, ആകെ പ്രശ്നങ്ങളല്ലേ. ഇതാ വലിയേട്ടാ, ഇത് കുറച്ച് പൈസ. എന്താ ഇത്? ഒന്നും വേണ്ട കുട്ടിയെ. അതൊന്നും സാരമില്ല. പിന്നെ നമ്മൾ അന്യരൊന്നും അല്ലല്ലോ ഏട്ടാ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പരസ്പരം സഹായിക്കേണ്ടവരല്ലേ. ഇത് പിടിക്കുക. എന്നാലും ഇതൊന്നും. എങ്കിൽ കടവായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ സേതുവിനൊന്ന് കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ.
എടാ സേതു, ഡാ എഴുന്നേക്ക്. സേതു, സേതു, എടാ കൃഷ്ണേട്ടനോ? ഞാൻ സേതുവിനൊന്ന് കാണാൻ വന്നതാ, കൂടെ നിന്നെ. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എന്ത് പറയാനാ കൃഷ്ണേട്ടാ, ഞാനും മോനിങ്ങനെ കഴിഞ്ഞു പോണു. ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാനാ വന്നേ. എന്താ കൃഷ്ണേട്ടാ? പോയോരോ പോയി, എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ. അതുകൊണ്ട് നീ ഒന്ന് മനസ്സ് വെച്ചാ. കൃഷ്ണേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹം. എനിക്കൊരു കുടുംബമുണ്ട്. അതുകൊണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് വെച്ച് നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്ന കുഴപ്പമുണ്ടോ? കൃഷ്ണേട്ടൻ ഒന്ന് പോയേ, എനിക്ക് വേറെ ജോലിയുണ്ട്. കൈവിട്ടെ. കൃഷ്ണേട്ടനല്ലേ, ഒന്ന് സഹായിക്കേ. കൈവിട. എന്താ കുട്ടി? ഏട്ടാ, ഇയാളെന്നെ കാശ് തന്ന എന്റെ പെങ്ങൾക്ക് വില പറയാന്ന് കരുതിയോടെ തെണ്ടി ഇറങ്ങി പോടാ. നിന്റെ ഒരു കാശ്. നമസ്കാരം. നമസ്കാരം. ഇറങ്ങിയട്ടെ. നല്ല മഴക്കോളുണ്ട്. കളി നടക്കോ ആവോ? നമുക്ക് നോക്കാം. ആശ വരാം. ഞാൻ പോരാ. Ah!
ഒരുപാട് മോഹിച്ചതാ നിന്നെ ഞാൻ. എനിക്ക് കിട്ടാത്ത നീ ഇനി ജീവിച്ചിരിക്കണ്ട. എനിക്ക് മാപ്പ് തരണേ വേണ്ട. ഞാനാണ് എന്റെ കുടുംബം തകർത്തത്. ഏട്ടനൊരു കൊലയാളിയാക്കിയത്. ഈ അവസ്ഥയിൽ ഏട്ടനെ ഞാനാക്കിയതേട്ടാ. ചേച്ചിമാരെ കുട്ടികളും പോകാറ് ഞാനേട്ടാ. ഞാനാ ഇപ്പൊ നമ്മുടെ വെള്ളേട്ടനും കൊലപാതകയായി ഏട്ടാ. അയ്യോ, ഞാൻ സ്നേഹിച്ചു പോയതൊരു തെറ്റല്ല ഏട്ടാ ഞാൻ ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഇതിന് മാത്രം ഭാവിയാണോ ഏട്ടാ ഞാൻ? സ്നേഹിച്ചത് അത്ര വലിയ തെറ്റാണ് ഏട്ടാ. മഴ കാരണം കണ്ണു മുടങ്ങി ഞാനിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്നെ ആ കഴുകൻ പിച്ച് ചിന്തിയാറ്. നിന്നെ അവൻ കൊന്നേനെ. അന്നത്തെ കാലത്ത് നമ്മളെ സഹായിക്കേണ്ടവരാ അവരാ ഇത് ചെയ്തെന്ന് ഓർക്കുമ്പോ സഹിക്കണില്ലേ മോളെ? ചുറ്റിനും നീചന്മാരാ, ചതിയന്മാരാ. 4 പാഴ്ജന്മങ്ങളാ മോളെ വീട്ടിലുള്ളത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത ദൈവശാപം കിട്ടിയ ജന്മങ്ങൾ. എത്ര നാളെന്ന് വെച്ചാ നീ ഇവരെ നോക്കുന്നത്?
സ്വന്തം മോന് പോലും വേണ്ടാത്ത ഒരച്ഛനാണ് ഞാൻ. ഉരുകി ഉരുകി തീരാൻ നമുക്കാവില്ല മോളെ. അതിലും ഭേദം മരണമാണ്. അല്ലേ മോളെ? അല്ലേ മോളെ? മാഞ്ഞിരുന്നെങ്കിൽ മനസ്സൊരു തെളിയാനഭസാകും. നൊമ്പരത്തീയണഞ്ഞെങ്കിൽ ഉഷസ്സൊരു തീരാത്തമസാകും. ഓർമ്മകൾ മാഞ്ഞിരുന്നെങ്കിൽ മനസ്സൊരു തെളിയാനഭസാകും. ഒന്നുടഞ്ഞാൽ പളുങ്കിൻ പാനപാത്രം, പാഴാം ശകലങ്ങൾ ചിറകൊടിഞ്ഞാൽ പറക്കാനായിടാതെ വീഴും ശലഭങ്ങൾ. പിന്നെയും ഈ ജന്മം ബാക്കിയാകുമ്പോ കണ്ണീർ പൂമരങ്ങൾ, നമ്മൾ കണ്ണീർ പൂമരങ്ങൾ. വിടർന്നിടുമ്പോൾ രാത്രിയിൽ പാരിജാതം, പൂജാപുഷ്പങ്ങൾ പകലണഞ്ഞാൽ പാതിയിൽ വീണു പോകും പാവം ജന്മങ്ങൾ. മുന്നിലെ ഈ വർണ്ണം ശൂന്യമാകുമ്പോൾ അടയും നീർമിഴി